ഹായ് ഹലോ നമുക്ക് എഴുതാൻ പഠിച്ചാലോ ഈ കാണുന്ന ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പം ആ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി വരുമ്പോൾ ഇതുപോലെയാണ് ഒരു ഇൻ്റർഫേസ് വരുന്നത്. ലാൻഡ്സ്കേപ്പ്, പോർട്ടൽ, കസ്റ്റം എന്നുള്ള 3 ഓപ്ഷൻസ് കാണും. നമ്മളതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഓപ്പൺ ആയി വരും, പോർട്ടലാണെങ്കിൽ പോർട്ടൽ ഓപ്പൺ ആയി വരും. ഞാനിവിടെ പോർട്ടലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ കാണുന്ന പോലെ ബ്രഷിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പെന്ന്, പെൻസില്, കാലിഗ്രഫി, അങ്ങനെ ഒരുപാട്. അപ്പം ഞാനിതിൽ കാലിഗ്രഫിയിൽ സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതാ ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എഴുതുന്നതിൻ്റെ ഡെപ്ത് കൂട്ടാം, കുറയ്ക്കാം, സൈസ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ബ്ലർ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി, നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് തന്നെയാണ് ഇതിലുള്ളത്. ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് എഴുതുന്നത് കേട്ടോ. ഇത് വീഡിയോയിൽ നമ്മൾ ആദ്യം കൊടുത്തില്ലേ, അത് തന്നെയാണ് എഴുതാൻ പഠിക്കാം എന്നുള്ളത്. ഞാൻ ഇതല്ല 2 പേജായിട്ട് സേവ് ആക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് എളുപ്പമായിട്ട് തോന്നിയത്. ചിലർ ഒറ്റ വീഡിയോയിലായിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതാണ് കുറേ കൂടി ഈസി എന്ന് പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ പാറ്റേൺ എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട്. അതുപോലെ തന്നെ ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ക്യാൻവാസ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ പോർട്ടലാണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നൊക്കെയുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അതേസമയം പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ തന്നെ ഒരുപാട് ഡോട്ട്സ് നമ്മുടെ ഈ പോർട്ടൽ ഓപ്ഷനിൽ ഓപ്പണായി വരും കേട്ടോ. അങ്ങനെ അപ്പം ഇതുപോലെ നമുക്ക് എഴുതാം. നമുക്ക് അതുപോലെ തന്നെ എഴുതിയത് തിരുത്താനായിട്ടുള്ളൊരു ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. എറേസറുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സേവ് ചെയ്യുന്നത് ഇതിൽ എക്സ്പോർട്ട് എന്ന് കൊടുത്തിട്ട് PNG ഓപ്ഷൻ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഓൺ ആയിരിക്കും. നമ്മളതിനെ ഓഫ് ചെയ്തിട്ട് വേണം സേവ് ആകാൻ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കിട്ടും. ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും സേവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എന്താ പറയുക, നമ്മുടെ ഫോട്ടോസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഇതുപോലെ, വീഡിയോസിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഫോട്ടോയിൽ നമുക്കിതുപോലെ എഴുത്തൊക്കെ ആഡ് ചെയ്തിട്ട് സേവ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 കളർ ഓപ്ഷൻസ് കൊടുക്കാം. ഞാനിപ്പം നമ്മൾ എഴുതാൻ പഠിക്കാം എന്നുള്ളതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസൊക്കെ കൊടുക്കാം. പെട്ടെന്ന് നമ്മളുടെ ഐഡിയയ്ക്ക് വരുന്നത് പോലെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ 2 കളർ ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത്. ഒരു ബിഗിനറായിട്ടുള്ള ഏതൊരാൾക്കും ഇങ്ങനെ നമ്മുടെ വീഡിയോസിൽ എഴുതാനായിട്ട് പറ്റും. ഇതിന് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ആഡ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് എഴുത്തുകൾ നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ഹെഡ്ലൈനായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഈ കണ്ടില്ലേ, ഈ കാണുന്ന പോലെ ഞാൻ സെപ്പറേറ്റ് ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ചൂസ് ചെയ്തതിലിതാ നമുക്കിതുപോലെ സൂം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് എഴുതിയതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേറെ ലൈൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ പൂവുകളും അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ സൂം ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ കളറ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലേക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ എഴുത്ത് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് സേവ് ചെയ്തിട്ട് വീഡിയോയിലും ആഡ് ചെയ്തിട്ടുള്ളത്. എന്നതിന് ശേഷം ഈ കണ്ടില്ലേ, നമുക്ക് പല കളറിൽ സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള എക്സ്പോർട്ട് എടുത്തിട്ട് നമ്മൾ PNG ഓപ്ഷനിൽ സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ശേഷം നമ്മൾ ഇൻഷോട്ട് ആപ്പിലാണ് കേട്ടോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ന്യൂ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു. നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വീഡിയോ നമ്മൾ ഏത് വീഡിയോക്കാണ് ആഡ് ചെയ്യേണ്ടത് അതിലേക്ക് ചൂസ് ചെയ്യുന്നു. ഫോട്ടോസിൽ പോകുന്നു. നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഈ കാണുന്ന പോലെ ഇത് പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴത്തേനും നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആനിമേഷൻ ചൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഈ വീഡിയോ ആണ് നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ നോർമലി വീഡിയോ സേവ് ചെയ്യുന്ന പോലെ നമുക്ക് സേവ് ചെയ്യാം. ഇതുപോലെ ഫോട്ടോയിലും നമുക്ക് ആഡ് ചെയ്യാം. ക്യാൻവ ആപ്പിലും നമുക്ക് വീഡിയോസും ഫോട്ടോസും എഡിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാം. മറ്റുള്ള ആപ്പുകൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ആപ്പിൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റിക്കർ എന്നൊരു ഓപ്ഷനിൽ നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ള സ്റ്റിക്കർ ടൈപ്പ് ചെയ്തെടുക്കാം. ചിലതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഒരു പെൻസിലും ഒരു ബുക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ ആപ്പ് യൂസ് ചെയ്തിട്ട്
നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണുവാനായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.